I have to mention. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ ഞാൻ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഒന്നുമില്ല. എന്താണ് പറഞ്ഞു നിങ്ങൾ? അതാ പറയാൻ പോകുന്നല്ലേ. അങ്ങനെ ഒരു റൈറ്റ് എനിക്കില്ല. പറഞ്ഞോ അങ്ങ് കാം ഡൗൺ. പറഞ്ഞോ. എനിക്കൊരു റൈറ്റ് ഉണ്ടല്ലോ. സർ, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ്. സർ, അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. റോജി എം ജോൺ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഓർഡർ. സഭാ നടപടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അതുണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച 2 MLA-മാരുടെ ഉപവാസ സമരം. ആ സമരം വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു എന്നത് പ്രതിപക്ഷ നേതാവ് വീണ്ടും അറിയിച്ചിരിക്കുന്നത്. അല്പം ദീർഘമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ വേട്ടയാടപ്പെട്ടിരുന്നു. നിരവധി ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ക്രൂരതയ്ക്ക് ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത്തരം നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. തുടങ്ങി UDF ഭരണകാലത്തും കോൺഗ്രസ് ഭരണകാലത്തും പോലീസ് സ്വീകരിച്ച നടപടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ദീർഘമായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. അതേസമയം തന്നെ സമീപകാലത്ത് ഉയർന്നു വന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും പരാതിയുമായി ബന്ധപ്പെട്ടും കാര്യമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതേസമയം തന്നെ പോലീസ് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കായിരുന്നു സഭയിൽ മുഖ്യമന്ത്രി ചെയ്തത്. മറുപടി തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ്.